കല്യാണമൊക്കെ കഴിഞ്ഞ് തറവാട്ടിൽ ചെന്ന് ഒരാഴ്ച താമസിക്കുമ്പോ എല്ലാം ശരിയാവും. സൂസനെ ആർക്കാ ഇഷ്ടപ്പെടാതിരിക്കുക? രാജേട്ടൻ നോക്കിക്കോ, അവസാനം സൂസനെ ആയിരിക്കും അമ്മയുടെ പെറ്റ്. കണ്ടോളൻസ് മേജർ. സാധാരണ ചായ കുടിക്കണമെങ്കിൽ ചായപ്പൊടി വാങ്ങിക്കാൻ പതിവ്. ഇതിപ്പോ അതിനു പകരം ചായ കടയോടങ്ങ് വാങ്ങിക്കാൻ പോകണമെന്ന് പറഞ്ഞു. മനസ്സിലായില്ല. പോട്ടെ രാജേട്ടാ, വിവരക്കേട് കേസാ, വിട്ടേക്ക്. ഡോക്ടർക്ക് വിവരമുണ്ടെന്ന് ഇപ്പൊ മനസ്സിലായി. അറിഞ്ഞുകൊണ്ട് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്ന് ഗുരുവിന് എന്നെ പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുത്തു. മിടുക്കൻ. വാട്ട് ഡു യു മീൻ? ഒരുപാട് ബാരക്കുകൾ കറങ്ങിയടിച്ചു വന്ന പഴഞ്ചരക്കിനെ തന്നെ തലയിൽ വെച്ചു കൊടുക്കാൻ ധൈര്യമുണ്ടായെന്ന് പറയായിരുന്നു. മതി മതി. രാജശേഖരം കൂട്ടി ചുരുട്ടുവലിയും റമ്മൂടിയും കല്യാണത്തോടെ നിർത്തിയത് ചിറ്റപ്പന് വലിയൊരടിയായിപ്പ്. അതുകൊണ്ട് ഇപ്പൊ പഴയ രുചിയില്ല. അങ്ങാടി തോറ്റ അമ്മയോട് എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. എന്തിനാ അമ്മാവ ഈ ചിറ്റപ്പന്റെ മേൽ ചാടിക്കയറണേ? എന്റെ കോട്ട കൂനൂര് ചെല്ലുമ്പോ എപ്പോഴും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. ഏതായാലും സൂസനെ സമ്മതിച്ചിരിക്കുന്നു. രാജശേഖരൻ കുട്ടിയെ കൊണ്ട് എല്ലാം നിർത്തിച്ചല്ലോ. അതല്ലേലും നസ്രാണി പെമ്പിള്ളേർക്ക് ഭർത്താക്കന്മാരെ ചൊൽപ്പടിക്ക് നിർത്താൻ ഒരു പ്രത്യേക കഴിവ് തന്നെയാ. അയ്യോ, പ്രത്യേക കഴിവുകളൊന്നും ഇല്ലാത്ത പാവങ്ങള്. ഭർത്താക്കന്മാർക്ക് ഇത്തിരി മൂത്രം ഒഴിക്കണമെങ്കിൽ അച്ചിമാരുടെ സമ്മതം വേണം. അല്ല, ഈ തമാശ കേട്ടിട്ട് ആർക്കും ചിരി വരുന്നില്ലേ? വേണ്ട, ഞാൻ തന്നെ ചിരിച്ചോളാം. അല്ല, അറിയാഞ്ഞിട്ട് ചോദിക്കുക. കല്യാണം കഴിഞ്ഞിട്ട് വർഷം ഒന്നായില്ലേ? വിശേഷമൊന്നുമില്ലേ? ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് ഇതൊക്കെ ഒരു ഫാഷനാ. അത് ചെറുപ്പക്കാർക്കല്ലേ. ഇനി നിങ്ങൾ വെച്ച് താമസിപ്പിച്ച അവസാനം കിട്ടാണ്ടാവും, പറഞ്ഞേക്കാം. കുട്ടികളില്ലാന്ന് വെച്ചിട്ട് അത് വലിയ ദോഷമുള്ള കാര്യമൊന്നുമല്ല. ഇനി ധാരാളം സമയമുണ്ട്. പിന്നെ വേറൊരു കൂട്ടരുണ്ട്, ഉണ്ണ ഉറങ്ങ, ഉണ്ണ ഉറങ്ങ, ഉണ്ണികളെ സൃഷ്ടിക്കുക. അതിലും വലിയ കാര്യമൊന്നുമില്ല. ഞാൻ നിങ്ങളെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, ലോക സ്വഭാവം പറഞ്ഞതേ ഉള്ളൂ. ദേ, ഇതിന് ഇത്തിരി എടുത്തേണ്ട ചവച്ചേൻ. ആ ദുഷ്ടിന്റെ ഒന്ന് മാറട്ടെ. ഇത്തിരി അമ്മായിക്കും കൊടുക്ക്. ചിറ്റപ്പൻ പഴയ ഫോട്ടോയാ.
ഇതാരാന്നറിയോ? ആരാ? അറിയില്ല. ആ. ചേച്ചി കൊള്ളിച്ചങ്ങ് പറഞ്ഞത് ഏതായാലും നന്നായി. അവളെ കണ്ടാൽ അറിയില്ലേ അവളിനി പ്രസവിക്കില്ലാന്ന്. അതിന് ഗർഭപാത്രം ഉണ്ടായിട്ട് വേണ്ട പ്രസവിക്കാൻ. ഇവറ്റോളൊക്കെ പലതും കഴിഞ്ഞ് അതൊക്കെ എടുത്ത് കളഞ്ഞിട്ടല്ലേ കെട്ടുന്നത്. ഏതായാലും നമ്മുടെ രാജശേഖരൻ കുട്ടി അവസാനമായി കണ്ടുപിടിച്ചു കൊണ്ടുവന്നത് അബദ്ധമായി പോയല്ലോ എന്റെ ഈശ്വര. നേഴ്സാണെന്ന് കേട്ടപ്പോഴേ ഞാൻ നിരീക്ഷിച്ചതാ ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാവുന്ന. സാരമില്ല, ഇതൊന്നും കേട്ടതായിട്ട് ഭാവിക്കണ്ട. ഇതുങ്ങളൊക്കെ ഇങ്ങനെയാ. നമുക്കിനി ഇവിടെ നിൽക്കണ്ട, നാളെ തന്നെ കൂനൂർക്ക് മടങ്ങാം. രണ്ടും മര്യാദയ്ക്ക് സംസാരിച്ചോണം. നേരത്തെ ഞാനൊന്നും പറയാതിരുന്നത് പോട്ടേന്ന് കരുതിയ. മൂത്തമ്മായിയുടെ മൂത്ത മോൻ അമേരിക്കയിൽ നിന്നൊരു മദാമയല്ലേ കേട്ടിരിക്കണേ. മദാമയൻ നേഴ്സാണെന്നാണല്ലോ കേട്ടത്. ചെറിയമ്മായിയുടെ വീട്ടിലൊരെണ്ണം ഡൈവോഴ്സായി നിൽപ്പില്ലേ. പറയാനാണെങ്കിൽ ഇനിയുണ്ട് ഒരുപാട് കഥകള്. എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കണ്ട. ആ സാവിത്രിയും രുക്മിണിയും വന്ന് കരച്ചിലായിരുന്നു. നീ എന്തോ പറഞ്ഞു എന്നും പറഞ്ഞ്. അമ്മ അവരെന്താ പറഞ്ഞെന്നറിയോ? അതൊക്കെ ശരിയായിരിക്കും. നീ അന്യജാതിയിൽപ്പെട്ട ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നപ്പോ തന്നെ ഈ കുടുംബത്തിന്റെ മാനം പോയി. എല്ലാവരുടെ മുമ്പിലും ഒന്ന് തോറ്റു. രണ്ടാമതും തോൽപ്പിക്കരുത്. ഇനി സമയം കളയാണ്ട് വല്ല ഡോക്ടർമാരെയോ മറ്റോ കാണിക്കുക. കുടുംബം അന്യം നിന്ന് പോണത് മാത്രമാണോ? ഉള്ള സ്വത്ത് മുഴുവൻ കൊത്തിപ്പറിക്കാനാ എല്ലാരും കാത്തു നിൽക്കണമെന്ന് ഓർമ്മ വേണം. ഏതാണ്ട് ഒരു തെരുവുവേശിയെ കല്യാണം കഴിച്ചുകൊണ്ടിരുന്ന പ്രതീതിയാ ഇപ്പോഴും തറവാട്ടിൽ. ഇനി അങ്ങോട്ടേക്കില്ല. അഥവാ പോകുന്നെങ്കിൽ തന്നെ ഞങ്ങൾക്കൊരു കുട്ടി ഉണ്ടായിട്ടേ ഉള്ളൂ. ഇക്കാലത്ത് ഇതൊക്കെ ഒരു പ്രോബ്ലമാണ്. ഡോക്ടർ രാജലക്ഷ്മി എനിക്ക് പേഴ്സണലായിട്ട് അറിയാം. ദ ബെസ്റ്റ് ഗൈനക്കോളജിസ്റ്റ് ഇൻ ടൗൺ. ഞാൻ വിളിച്ചു പറയാം, രണ്ടുപേരും കൂടി ഒന്ന് കാണും. ദാറ്റ്സ് ഓൾ. രണ്ടുപേരും നോർമലാണ്. വളരെ റെയർ ആണെങ്കിലും നോർമലായ ദമ്പതിമാരിൽ കുട്ടികൾ ഉണ്ടാവാത്ത ഒരവസ്ഥയുണ്ട്. 10-15 വർഷങ്ങൾ കാത്തിരുന്നിട്ട് കുട്ടികളുണ്ടായി എത്രയോ കേസുകളുണ്ട്. പിന്നെ ഈശ്വരനോട് പ്രാർത്ഥിക്കുക. കുറച്ചുകൂടി നോക്കിയിട്ട് വേണമെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ട്രൈ ചെയ്യും. പിന്നെ റിപ്പീറ്റഡ് ആയി അബോർഷൻസ് നടത്തിയിട്ടുള്ള സ്ത്രീകളിൽ ഇങ്ങനെ ധാരാളം കാണാറുണ്ട്. പക്ഷേ അങ്ങനെ ഒരു ഹിസ്റ്ററി സൂസന്നിക്കില്ലല്ലോ. എനിവേ, തൽക്കാലം സൂസന്നിക്ക് ഞാനൊരു മരുന്ന് കുറിച്ചു തരാം. അത് കഴിക്കുക. Then let us wait and see. കേട്ടോ മേറെ, ഞാൻ ഉള്ള കാര്യം ഉള്ളതുപോലെ പറയും. എന്റെ മോള് സൂസന്ന കാണാൻ കൊള്ളാവുന്ന ഒരു പെണ്ണായതുകൊണ്ട് അവള് ജോലി ചെയ്തിട്ടുള്ള എല്ലാ ക്യാമ്പുകളിലും ലെഫ്റ്റനന്റ് മുതല് കേണലന്മാര് വരെ ആലോചനയായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഉള്ള കാര്യം ഉള്ളതുപോലെ പറയുമ്പോ ഈ ആലോചനക്കാരൊന്നും തിരിച്ചു വന്നിട്ടുമില്ല. അതുകൊണ്ട് പറയുന്നതാ. ഒരുപാട് ബാരക്കുകൾ കറങ്ങേരിച്ചു വന്ന പഴഞ്ചരക്കിനെ തന്നെ തലയിൽ വെച്ചു കൊടുക്കാൻ ധൈര്യമുണ്ടായെന്ന് പറയുകയായിരുന്നു. അതിന് ഗർഭപാത്രം ഉണ്ടായിട്ട് വേണ്ട പ്രസവിക്കാൻ. ഇവറ്റോളൊക്കെ പലതും കഴിഞ്ഞ് അതൊക്കെ എടുത്ത് കളഞ്ഞിട്ടല്ലേ കെട്ടുന്നത്. നീ അന്യജാതിയിൽപ്പെട്ട ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നപ്പോ തന്നെ ഈ കുടുംബത്തിന്റെ മാനം പോയി. എല്ലാവരുടെ മുമ്പിലും ഒന്ന് തോറ്റു. രണ്ടാമതും തോൽപ്പിക്കരുത്. റിപ്പീറ്റഡ് ആയി അബോർഷൻസ് നടത്തിയിട്ടുള്ള സ്ത്രീകളിൽ ഇങ്ങനെ ധാരാളം കാണാറുണ്ട്. പക്ഷേ അങ്ങനെ ഒരു ഹിസ്റ്ററി സൂസന്നിക്കില്ലല്ലോ. അങ്ങനെ ഒരു ഹിസ്റ്ററി ഉണ്ടാവാനേ വഴിയുള്ളൂ. ഗുഡ് ഈവനിങ് മേജർ സാർ. ഗുഡ് ഈവനിങ്. എന്തു പറ്റി? ഒരു ചെറിയ മിസ്സിംഗ്. ശരിയാക്കി. സൂസനയ്ക്ക് വിശേഷം വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. ഏതായാലും സൂസന ഭാഗ്യവതിയാ. സാധാരണ ഞങ്ങൾ നേഴ്സുമാർ ഓഫീസേഴ്സിനെ ആഗ്രഹിക്കും. അതിനായി പലതും കാഴ്ചവെക്കേണ്ടി വരികയും ചെയ്യും.
അവസാനം സാധാ വല്ലവരും കിട്ടി സംതൃപ്തിപ്പെടേണ്ടി വരും. പക്ഷെ സൂസനെ പുളിങ്ങമ്മ നോക്കി തന്നെ പിടിക്കുകയും ചെയ്തു, കെട്ടുകയും ചെയ്തു. എന്നാ ഞാൻ പോട്ടെ, ചോദിച്ചായി പറഞ്ഞേക്ക്. രാജേട്ടാ, ഇത് അപ്പന്റെ വളരെ അടുത്തൊരു ഫ്രണ്ടാ. മേജർ ഡിക്രൂസ്. ഹലോ. ഞാനും ആലപ്പുഴക്കാരനാണ്. ഞങ്ങൾ അംബാല ക്യാമ്പിൽ ഒരുമിച്ചുണ്ടായിരുന്നപ്പോ വളരെ അടുപ്പമായിരുന്നു. ദിവസവും വൈകുന്നേരം ഫെർണാണ്ടസുമായിട്ടായിരുന്നു കൂടൽ. ഫെർണാണ്ടസിനെ കണ്ടപ്പോഴറിഞ്ഞു സൂസന്നയുടെ വിവാഹം കഴിഞ്ഞു. എന്നാ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി. യു ആർ വെൽക്കം. പ്ലീസ് ടേക്ക് യുവർ സീറ്റ്. ഇല്ല, ഐ ഡോണ്ട് വാണ്ട് ടു ഡിസ്റ്റർബ് യു. ഞാനിപ്പോൾ ജയ്പൂർ ക്യാമ്പിലാ. ഇന്ന് തന്നെ പോകണം. ഞാൻ ഇറങ്ങട്ടെ. സീ യു അഗൈൻ. സീ യു. ഇയാൾ ആരാന്നാ പറഞ്ഞേ? അപ്പന്റെ വലിയ ഫ്രണ്ടായിരുന്നു. അംബാല ഹോസ്പിറ്റലിൽ ഞാൻ വർക്ക് ചെയ്തിരുന്ന കാലത്ത് ഇയാൾ ക്യാപ്റ്റനാ. എന്നും വീട്ടിൽ വരുമായിരുന്നു അപ്പനെ കാണാൻ. അപ്പന്റെ ഫ്രണ്ടോ? ട്രക്ക് ഡ്രൈവർക്ക് ക്യാപ്റ്റൻ കൂട്ടുകാരനോ? ഒരു കുപ്പി മദ്യമോ ഇത്തിരി കാശോ സമ്മാനിച്ചാൽ നിന്റെ വീട്ടിൽ പിന്നെ എന്തു ആവാലോ അല്ലേ? ആലപ്പുഴയിൽ താമസിക്കുന്ന കാലം തൊട്ടുള്ള പരിചയമായിരുന്നതുകൊണ്ട് റാങ്കൊന്നും നോക്കിയായിരുന്നില്ല അവരുടെ സ്നേഹബന്ധം. ഓഹോ, അപ്പൊ വളരെ പണ്ടേയുള്ള ബന്ധമാ. ബന്ധം പുതുക്കാൻ വന്നതായിരിക്കും. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. സ്നേഹവും ബന്ധവും പറഞ്ഞ് പണ്ട് ജോലി ചെയ്തിട്ടുള്ള ക്യാമ്പുകളിൽ നിന്നും ഇതുപോലെ ഓരോ അവന്മാർ എന്റെ വീട്ടിൽ വന്ന് കയറുന്ന എനിക്ക് ഇഷ്ടമല്ല.